ഹലോ സ്റ്റുഡൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ അല്ല, ഒരു പോയമാണ്. ആ പോയമിന്റെ പേര് അഗ്നിപഥ്. അപ്പോൾ ഇത് എഴുതിയിരിക്കുന്നത് ഹരിവംശ് റായ് ബച്ചനാണ്. അദ്ദേഹത്തിന് എല്ലാവർക്കും തന്നെ അറിയായിരിക്കും. നമ്മുടെ പ്രമുഖനായ ഹിന്ദി ഫിലിം സ്റ്റാർ അമിതാഭ് ബച്ചന്റെ പിതാവാണ്. അദ്ദേഹം ജനിച്ചത് ഉത്തർപ്രദേശിലെ ഇലഹബാദിലാണ്. 27 നവംബർ 1907 അദ്ദേഹം ജനിച്ചത്. ബച്ചൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു പേര് അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ വീട്ടിൽ വിളിക്കുന്ന ഒരു പേരായിട്ട് അദ്ദേഹത്തിന് വളരെ സ്നേഹത്തോടെ കൊടുത്തതാണ്. പിന്നെ അദ്ദേഹത്തിന്റെ ഉപനാമമാക്കി മാറ്റുകയാണ് ചെയ്തത്. അദ്ദേഹം കുറച്ചു നാള് വിശ്വവിദ്യാലയില് പ്രധാനാധ്യാപകരായിരുന്നു, അതായത് ഹെഡ് മാസ്റ്റർ ആയിരുന്നു. പിന്നെ അതിനുശേഷം ഭാരതീയ വിദേശ സേവയിൽ ജോയിൻ ചെയ്തു. അദ്ദേഹം അങ്ങനെ പല രാജ്യങ്ങള് കണ്ടിട്ടുണ്ട്, വേൾഡ് ടൂർ നടത്തിയിട്ടുണ്ട്. ഓർ മഞ്ച് പർ ഓജസ്വി വാണി കെ കാവ്യ പാഠ് കെ ലിയെ വിഖ്യാത് ഹുവ. അതായത് സ്റ്റേജിൽ കയറി നിന്ന് കാവ്യപാഠങ്ങൾ വായിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന് വളരെ പ്രസിദ്ധി നേടിക്കൊടുത്ത ഒരു കാര്യമാണ്. അദ്ദേഹത്തിന്റെ കവിതകൾ എപ്പോഴും തന്നെ സംവേദനാശീല, അതായത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന കവിതകളാണ്. പിന്നെ അദ്ദേഹത്തിന്റെ കുറെ പ്രമുഖ കൃതികളുണ്ട്. മധുശാല, നിശ നിമന്ത്രൺ, ഏകാന്ത് സംഗീത്, മിലൻ, യാമിനി, ആരതി ഓർ അങ്കുർ, ടൂട്ടി ചട്ടാനേം, രൂപ തരംഗിനി ഓർ ആത്മകഥ. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ചാർഖണ്ഡ, ക്യാ ഭൂൽ ഗയാ, ക്യാ യാദ് കരോ, നിഡ്ക, നിർമാൺ, ഫിർ ബസേർ സേ ദൂർ. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ. അദ്ദേഹം ഒരുപാട് പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അതിൽ സരസ്വതി സമ്മാൻ വരെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ഒരു പുരസ്കാരമാണ്. പിന്നെ ഇതില് അഗ്നിപഥ് എന്ന് പറയുന്ന ഈ പോയത്തെ പറ്റി പറയുകയാണെങ്കിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ സ്ട്രഗിൾസ് ആണ് അത് കൂടുതലും നമുക്ക് കാണിച്ചു തരുന്നത്. ഇതൊരു മോട്ടിവേഷണൽ ആയിട്ടുള്ള ഒരു കവിതയായിട്ട് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. അങ്ങനെ ഒരു സന്ദേശം നമുക്ക് തരുന്നുണ്ട്. ഈ ഒരു പോയം വളരെ മോട്ടിവേഷണൽ ആയിട്ട് ഒരു മനുഷ്യൻ എങ്ങനെ ഉപയോഗിക്കാം എന്ന രീതിയിൽ അദ്ദേഹം ഈ കവിതയിലൂടെ നമുക്ക് സന്ദേശം തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പോയം സ്റ്റാർട്ട് ചെയ്യാം. അഗ്നിപഥ്. അപ്പോൾ അഗ്നിപഥ് അതിന്റെ മീനിങ് എന്ന് വെച്ചാൽ എ വാക്ക് വേ ഓഫ് ഫയർ എന്നാണ്. അതായത് തീയെല്ലാം നിറഞ്ഞിരിക്കുന്ന ഒരു നടപ്പാത. അപ്പോ ഇവിടെ തീ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന പ്രോബ്ലംസും ഡിഫിക്കൽട്ടീസും ഒക്കെയാണ്. അപ്പൊ ആ പ്രോബ്ലംസിനെ നമ്മൾ അതെല്ലാം സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ ലൈഫിൽ നമുക്കുള്ള ആ ഗോളിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് നമ്മുടെ അച്ചീവ്മെന്റ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മുന്നിലുള്ള സ്ട്രഗിൾസ് എല്ലാം നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് അത് ക്ലിയർ ചെയ്യണം. സ്ട്രഗിൾസിനെ എല്ലാം തന്നെ ക്ലിയർ ചെയ്താൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സക്സസ് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് പോയം സ്റ്റാർട്ട് ചെയ്യാം. അഗ്നിപഥ് അഗ്നിപഥ് അഗ്നിപഥ്. അപ്പോൾ അഗ്നിപഥ് എന്ന് പറഞ്ഞാൽ നേരത്തെ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടാവും. എ വാക്ക് വേ ഓഫ് ഫയർ എന്നാണ് അഗ്നിപഥ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. വൃക്ഷ ഹോം ബലെ ഖടെ, ഹോം ധനെ ഹോം ബടെ. അതായത് വൃക്ഷം, നമ്മുടെ വൃക്ഷം മീൻസ് ട്രീസ്. അതായത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വൻ വൃക്ഷങ്ങൾ തന്നെ ഉണ്ടാവും. വളരെ തിക്കായിട്ടും വളരെ ബിഗായിട്ടും വലുതായിട്ടും തിക്കായിട്ടുമുള്ള വലിയ വലിയ വൃക്ഷങ്ങൾ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ പാതയിൽ നിൽക്കുന്നുണ്ടാകാം. ഏക് പത്ര ഛാ ബി മാങ് മത്
മാങ് മത്. അതായത് ചിലപ്പോൾ അതിലെ ഇലകൾ നമുക്ക് ഷെയ്ഡ്, ചാവ് എന്ന് പറഞ്ഞാൽ ഷെയ്ഡ് തരാം, അതായത് നമുക്ക് തണല് തരാൻ വേണ്ടി ചില ഇലകളെല്ലാം മുതിർന്നേക്കാം. പക്ഷെ നമ്മൾ ഒരിക്കലും നമ്മൾ ഡോണ്ട് ആസ്ക് ദം, അതായത് നമ്മൾക്ക് അത് എടുക്കരുത്. അതായത് നമ്മൾ ഒരിക്കലും ആ ഷെയ്ഡ് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് എടുക്കരുത് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ആ ഒരു റോഡിലൂടെ നടക്കുമ്പോൾ ഒരുപാട് വലിയ ട്രീസും അങ്ങനെ പലതും കാണും. അപ്പോൾ അതിൽ നമുക്ക് ഷെയ്ഡ് തരുന്നതുണ്ടാവും. അപ്പോൾ പക്ഷെ നമ്മുടെ സ്ട്രഗിൾസ് ലൂടെ നമ്മൾക്ക് അച്ചീവ്മെന്റിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഈ തണലുകളൊന്നും സ്വീകരിക്കരുത് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഈ തണലുകൾ അല്ലെങ്കിൽ പത്ര മീൻസ് ലീഫ്, ഇതെല്ലാം മീൻ ചെയ്യുന്നത് ചില ആളുകളാണ്. അവർ നമ്മളെ സഹായിക്കാനായിട്ട് മുന്നോട്ടേക്ക് വരും. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഈ സഹായം നമ്മൾ സ്വീകരിച്ചാൽ നമ്മൾ ഒരിക്കലും നമ്മൾ വിചാരിക്കുന്ന ആ ഒരു അച്ചീവ്മെന്റിലേക്ക് എത്തുകയില്ല. അതാണ് ഇവിടെ കവി പറയുന്നത്. ഇനി നെക്സ്റ്റ് ലൈൻസ്, തൂ ന ധക്കേഗ കബി, തൂ ന ദമേഗ കബി, തൂ ന മുടേഗ കബി. അതായത് തൂ ന ധക്കേഗ കബി, ഒരിക്കലും നമുക്ക് ടയർഡ്നെസ് ഫീൽ ചെയ്യുകയില്ല. തൂ ന ധമേഗ കബി, നിങ്ങൾ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യരുത്. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം സ്ട്രഗിൾസ് വന്നാലും നമ്മൾ ടയേർഡ് ആവാതെ, അതൊന്നും സ്റ്റോപ്പ് ചെയ്യാതെ മുന്നോട്ട് പോകണം. തൂന മുടേഗ കബി, ഒരിക്കലും ഒരു ടേൺ ബാക്ക് അതിൽ നിന്നും ഉണ്ടാവരുത് എന്നാണ് ഇവിടെ പറയുന്നത്. കർ ശബദ്, കർ ശബദ്, കർ ശബദ്. അത് ശബദ് എന്ന് പറഞ്ഞാൽ പ്രോമിസ് ചെയ്യൂ, പ്രോമിസ് ചെയ്യൂ, പ്രോമിസ് ചെയ്യൂ എന്നാണ് ഇവിടെ പറയുന്നത്. അഗ്നിപത്, അഗ്നിപത്, അഗ്നിപത്. ആ ഒരു വേർഡ് അഗ്നിപത് എന്ന് പറഞ്ഞാൽ എ വേ ഓഫ് ഫയർ, അല്ലെങ്കിൽ ലൈഫ് ഈസ് ഫുൾ ഓഫ് പ്രോബ്ലംസ് അല്ലെങ്കിൽ സ്ട്രഗിൾസ് എന്നാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. യഹ് മഹാൻ ദൃശ്യ ഹേ ചൽ രഹാ ഹേ മനുഷ്യ. അതായത് ഇതൊരു ഇങ്ങനെ ഈ സ്ട്രഗിൾസിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് അതൊരു വലിയ ദൃശ്യമാണ്, അല്ലെങ്കിൽ അതൊരു ബിഗ് സീനാണെന്നാണ് ഇവിടെ പറയുന്നത്. കാരണം ഈ സ്ട്രഗിൾസിലൂടെ വളരെ കഷ്ടപ്പെട്ട് അച്ചീവ്മെന്റ് ചെയ്ത് എടുക്കുന്ന ഒരു മനുഷ്യന്റെ ആ ജീവിതം കാണാൻ തന്നെ അതൊരു വളരെ വലിയൊരു സീനാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ചൽ രഹാ ഹേ മനുഷ്യ, അതാ പീപ്പിൾ ആർ മൂവിങ്, അതാ ആൾക്കാർ ചലിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അശ്രു സ്വേദ് രക്ത് സെ ലത്പത് ലത്പത് ലത്പത്, അഗ്നിപത് അഗ്നിപത് അഗ്നിപത്. അപ്പൊ ഇവിടെ വീണ്ടും കവി പറയുന്നുണ്ട്, അശ്രു എന്ന് പറഞ്ഞാൽ ടീയേഴ്സ്, സ്വേദ് എന്ന് പറഞ്ഞാൽ സ്വെറ്റ്, രക്ത് എന്ന് പറഞ്ഞാൽ ബ്ലഡ്. ഇതിലെല്ലാം സോക്ഡ് ആയിട്ട്, അതായത് ബ്ലഡിലും ടീയേഴ്സിലും സ്വെറ്റിലും സോക്ഡ് ആയിട്ട് മനുഷ്യൻ ഒരുപാട് സ്ട്രഗിൾസിലൂടെ കടന്നു പോവുകയും അവന്റെ ഗോളിലേക്ക് അത് അച്ചീവ് ചെയ്യാൻ നീങ്ങുകയും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. വീണ്ടും ഇവിടെ കവി പറയുന്നുണ്ട് അഗ്നിപത് അഗ്നിപത് അഗ്നിപത്. അതായത് ലൈഫ് എന്ന് പറയുന്നത് ഫുൾ ഓഫ് സ്ട്രഗിൾസ് ആണ്. ആ സ്ട്രഗിൾസ് എല്ലാം നമ്മൾ നന്നായിട്ട് മൂവ് ചെയ്ത്, അതായത് ഈ ബ്ലഡിലൂടെയും ടീയേഴ്സിലൂടെയും സ്വെറ്റിലൂടെയും മൂവ് ചെയ്ത് അച്ചീവ് ചെയ്താൽ മാത്രമേ ഫൈനലി നമ്മൾ നമ്മുടെ ലൈഫിൽ തന്നെ വിജയിക്കുകയുള്ളൂ. അപ്പോൾ വീണ്ടും ഇവിടെ അഗ്നിപത് എന്ന് മീൻ ചെയ്യുന്നത് എ വാക്ക് വേ ഓഫ് ഫയർ, അതായത് എ വാക്ക് വേ ഓഫ് ഫയർ, അതാണ് നമ്മുടെ ലൈഫ് എന്നാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ തന്നെ, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻസ് എല്ലാം അയക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഈ വീഡിയോനെ കുറിച്ച്. ഓക്കെ, താങ്ക് യു.